കനത്ത മഴ തുടരുന്ന അസമിൽ മരിച്ചവരുടെ എണ്ണം 96ആയി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1.5 ലക്ഷത്തിലധികം ആളുകളെ പ്രളയം ബാധിച്ചെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ റിപ്പോർട്ട്. 50,000-ഓളം ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. ഹിരാക്കുഡ് അണക്കെട്ട് തുറന്നതിനെ തുടർന്ന് ഒഡീഷയിൽ 14 ജില്ലകൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. ഉത്തരാഖണ്ഡിൽ മണ്ണിടിച്ചിൽ രൂക്ഷമായതോടെ കേദാർനാഥ്, ബദ്രിനാഥ് തീർത്ഥാടകർക്ക് കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദില്ലി, ഹരിയാന, പഞ്ചാബ് എന്നിവിടങ്ങളിലും കനത്ത ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആദിൽ പാലോട് നൽകും വിശദാംശങ്ങൾ. അതിൽ ഉത്തരേന്ത്യയിൽ വലിയ രീതിയിൽ തന്നെ മഴക്കെടുതി ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ബാധിച്ച അസമിൽ മരണക്കണക്ക് അത് ആശങ്കപ്പെടുത്തുന്നു കൂടിയാണ്. നിലവിൽ എന്താണ് സാഹചര്യം ഓരോ സംസ്ഥാനങ്ങളിലും? അസമിൽ ഇപ്പോഴും പ്രളയക്കെടുതി അവസാനിച്ചിട്ടില്ല. ഒരു മാസമായി തുടരുന്ന മഴക്കെടുതിയാണ് ഇപ്പോഴും അസമിൽ ഉള്ളത്. അസമിൽ ഇപ്പോൾ മരണസംഖ്യ 96 എന്നുള്ളതാണ്. ദിവസവും ദിനംപ്രതി മരണസംഖ്യ ഉയരുന്നതാണ് നിലവിൽ കാണുന്ന കാഴ്ച. പല ഭാഗങ്ങളും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. പ്രത്യേകിച്ച് കൃഷിയിടങ്ങളിൽ നിന്നും വെള്ളം ഇതുവരെ ഒഴിഞ്ഞു പോയിട്ടില്ല. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1.5 ലക്ഷത്തിലധികം ആളുകളെയാണ് പ്രളയം ബാധിച്ചത് എന്നാണ് അസം സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. 50,000-ഓളം പേരെ ഇതിനോടകം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ഈ സീസണിലെ ഏറ്റവും കൂടുതൽ മഴക്കെടുതി അനുഭവിച്ച സംസ്ഥാനമായി അസം മാറുകയാണ്. 14 ജില്ലകളിലും വെള്ളക്കെട്ടുണ്ട്, വെള്ളത്തിനടിയിലാണ് പല ഭാഗങ്ങളും എന്ന വാർത്തകൾ കൂടി വരുന്നുണ്ട്. ദില്ലിയിലും ഹരിയാനയിലും പഞ്ചാബിലും ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പായി നൽകുന്നത്. ഏതായാലും ഉത്തരേന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരും എന്ന മുന്നറിയിപ്പ് വരുന്നു. പലയിടത്തും പ്രളയക്കെടുതികൾ തുടരുകയാണ്. തീർച്ചയായിട്ടും മഴക്കെടുതി രൂക്ഷമാണ്, പ്രളയക്കെടുതി രൂക്ഷമാണ് ഉത്തരേന്ത്യയിൽ എന്നുള്ളതാണ്. ആദിൽ പാലോടാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.